സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ബക്കോള 138 ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പാസ്റ്റ് പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് വിൽ ബി കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് ലൈഫ് ലൈൻ ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ലൈഫ് ലൈൻ ആണ് ബിസിനസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്താണ് ഇത് പ്രോസസ്, എന്തിന്റെ പ്രോസസ് ആണ്? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ്. എന്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ, ഐഡിയാസ്. ഇൻഫോർമേഷൻ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യും, ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യും, പിന്നെ ഫാക്ട്സ്, പിന്നെ എന്താണ് ഇമോഷൻസ് എക്സ്ചേഞ്ച് ചെയ്യും. ഇമോഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ഒറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റില്ല, ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. Okay, in a business organization, communication act as a lifeline because every function of a management depends on it. Lifeline ആവുന്ന എന്തുകൊണ്ടാ? Every function of the management communication ഇല്ലാണ്ട് മുമ്പോട്ട് പോകില്ലല്ലോ. അപ്പൊ every function of the management depends on it. Okay, പിന്നെ വരുന്നത് importance of communication in business. എന്തിനെല്ലാം ഇമ്പോർട്ടൻസ് വരുന്നത്? ഇപ്പോൾ പ്ലാനിങ്ങിന് ഇത് ഇമ്പോർട്ടൻസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് പ്ലാനിങ് നടക്കില്ല. പ്ലാനിങ് പിന്നെ ഇന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കാറുണ്ട്. മാനേജ്മെന്റ് കനോട്ട് പ്ലാൻ വിത്തൗട്ട് ആക്യുറേറ്റ് ഇൻഫോർമേഷൻ. കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ഇൻ കളക്ടിങ് ഡാറ്റ, സെറ്റിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് ഫ്രെയിമിംഗ് പോളിസീസ്. പിന്നെ രണ്ടാമത്തെ എഴുതി കൊടുക്കുക ഓർഗനൈസിങ് അലൊക്കേഷൻ ഓഫ് ഡ്യൂട്ടീസ്, ഡെലിഗേഷന്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, ആയാലും ഡെലിഗേഷൻ ഓർഗനൈസിങ്ങിന് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയറക്റ്റിംഗ് വാട്ട്, ഗൈഡൻസ്, സൂപ്പർവിഷൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക്. കോർഡിനേഷൻ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ വേണം, കോർഡിനേഷൻ. പിന്നെന്താ മോട്ടിവേഷൻ പറയാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല, മോട്ടിവേഷൻ. പിന്നെന്താന്ന് ഇന്നലെ പഠിച്ച പോലെ ഡിസിഷൻ മേക്കിംഗ്. പിന്നെന്താ കൺട്രോൾ ചെയ്യാൻ കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെന്താ കൺക്ലൂഷൻ എന്താ കൊടുക്കേണ്ടത്? വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? വിത്തൗട്ട് കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ ബിക്കം ഡിസ്ഫങ്ഷണൽ. ഓക്കെ, അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇസ് എ ലൈഫ് ലൈൻ ഓഫ് എ ബിസിനസ്. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് കോൾ എന്താന്ന് അതിനെപ്പറ്റി കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തതാണ്. കോൺഫറൻസ് കോൾ എന്ന് പറഞ്ഞാൽ എന്താ? ടെലികമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. എന്ത് മെത്തേഡ്? ടെലികമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ഇറ്റ്സ് എ ടെലികമ്മ്യൂണിക്കേഷൻ മെത്തേഡ് വേർ three or more participant at different location participate. എന്താ ഏതിലോട്ടെ? വീഡിയോ കോൾ. ഇപ്പൊ കോൺഫറൻസ് എങ്ങനെയാ? ഗൂഗിൾ മീറ്റ്, സൂം കാര്യങ്ങളിൽ 3 or more ഡിഫറെന്റ് ലൊക്കേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് മീറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പൊ പ്രിപ്പറേഷൻ ഓഫ് കോൺഫറൻസ് കോൾ. എന്താണ്? ഒബ്ജക്റ്റീവ് ഫിക്സ് ചെയ്യാം. അവിടെ ഒരു കോളിന് മുമ്പ് എന്തിനാ മീറ്റിംഗ് നടക്കുന്നതെന്ന് ഒരു ധാരണ വേണ്ടേ? അല്ലാണ്ട് വെറുതെ ഹൈ ബൈ അല്ലല്ലോ. ഫിക്സിങ് ദി ഒബ്ജക്റ്റീവ്. പിന്നെ ആരെല്ലാം പാർട്ടിസിപ്പൻസ്, അവരെ ലിസ്റ്റ്. മീൻസ് പാർട്ടിസിപ്പൻസിന് കോൺഫറൻസിന് മുമ്പ് ലിങ്ക് അയച്ചു കൊടുക്കണ്ടേ? മീറ്റിംഗ് ലിങ്ക്. എജൻഡ പ്രിപ്പറേഷൻ. എജൻഡ പ്രിപ്പറേഷൻ ചെയ്യണം. പിന്നെന്താ? സ്കെഡ്യൂൾ ചെയ്യണം. മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്യണ്ടേ? ടൈം അറിയാണ്ട് വെറുതെ ലിങ്ക് മാത്രം അയച്ചു കൊടുത്താൽ മതിയോ? ഓക്കെ. പിന്നെന്താ? പ്രീകോൾ ടെസ്റ്റിംഗ്. അതിനു മുമ്പ് പ്രീകോൾ ടെസ്റ്റിംഗ്, നെറ്റ്വർക്ക് കാര്യങ്ങൾ എല്ലാം ഫൈൻ ആണോ നോക്കുക. പിന്നെ കോൾ എറ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോളില് പാലിച്ചിരിക്കേണ്ട കുറച്ച് മാന്യ മര്യാദകൾ, ഗൈഡ് ലൈൻസ്. പിന്നെ റെക്കോർഡിംഗ് ദി മിനിറ്റ്സ്. റെക്കോർഡ് ചെയ്യണ്ടേ? റെക്കോർഡ് ദ മിനിറ്റ്സ്. ഓക്കെ. ഇനി തേർഡ് വൺ ഈസ് explain different channels, types of communication and their suitability. The different channels. Communication are the medium through which message the sender to receiver
എത്തുന്ന ഒരു മെസ്സേജ്. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മീഡിയം. നിങ്ങളിപ്പോ മീഡിയം ഇപ്പൊ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ സെൻഡറിന്ന് റിസീവറിലേക്ക് ഒരു മെസ്സേജ് എത്തുന്നുണ്ടെങ്കിൽ ആ ഒരു മീഡിയം എന്താ, ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ടൈപ്സ് എന്ന് പറഞ്ഞാല് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാല് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ ഉണ്ട്. ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർമൽ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കി മെത്തേഡ്. നിങ്ങളൊരു ഓഫീസിലൊക്കെ മീൻസ് ഒരു മെയിലോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫോർമൽ ആയിരിക്കും, ഹൈറാർക്കിയിലെ ഫ്ലോ ത്രൂ ഒഫീഷ്യൽ ഹൈറാർക്കി. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താ, അൺഒഫീഷ്യൽ ആണ്, ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഫോർമലായി സംസാരിക്കില്ല, ബിൽഡിംഗ് റിലേഷൻഷിപ്പിനാണ്. ഇതിന് ഇൻഫോർമലിന് നമ്മൾ എന്ത് ചെയ്യും, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും, ഗ്രേപ്പ് വൈൻ. ഓക്കെ. ആൻഡ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സെയിം ആണ്. അപ്വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, താഴെന്നോട്ട് മേലിലോട്ട്. എങ്ങനാ, സബോർഡിനേറ്റ് ടു സുപ്പീരിയേഴ്സ്. മനസ്സിലായ, താഴെയുള്ള വർക്കേഴ്സ് ഡയറക്ടേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഡൗൺവേർഡ് എന്ന് പറഞ്ഞാല് സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. അതിനെ പറ്റി ഇതാ. പിന്നെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എംപ്ലോയീസ് അറ്റ് സെയിം ലെവൽ, രണ്ട് അസോസിയേറ്റ്സ് തമ്മിൽ സംസാരിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു HR ഡിപ്പാർട്ട്മെന്റിൽ ഒരാള് എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ അതിൽ കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഫോർത്ത് വൺ വിൽ ബി, വാട്ട് ആർ ദി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. വാട്ട് ആർ ദ ബാരിയേഴ്സ്. എന്താണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? ഇപ്പൊ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിസിക്കൽ ബാരിയർ ഉണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാല് എന്ത്, നോയ്സ് വരാം, ഡിസ്റ്റൻസ്, പുവർ ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സൈക്കോളജിക്കൽ ബാരിയർ എന്താ, ഒരാളെ ആറ്റിറ്റ്യൂഡ് ആവാം, ഇമോഷൻ ആവാം, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസ്, പ്രെജുഡിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഓർഗനൈസേഷണൽ ബാരിയർ എന്താ, ഹൈറാർക്കി, പുവർ പോളിസി ഒക്കെ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ബാരിയർ ആവാം. പിന്നെ കൾച്ചറൽ ബാരിയർ, നിങ്ങളെ കസ്റ്റംസ്, ബിലീഫ്സ്, വാല്യൂസ്. കാരണം നിങ്ങൾ ഒരു സ്ഥലത്തുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു ബാരിയർ ഉണ്ടാവില്ല, ലൈക്ക് ലാംഗ്വേജ് ആവാം, കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ റിമൂവൽ ഓഫ് ബാരിയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം, സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് യൂസ് ചെയ്യുക. ഫീഡ്ബാക്ക് മെയിൻ ആണ്. ലൈക്ക് അങ്ങോട്ട് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മറ്റേക്ക് മനസ്സിലായോ എന്ന് അറിയാൻ പറ്റൂല. പിന്നെ ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക. ഇതൊക്കെ ബേസിക് ആണ്. ലിസണിങ് സ്കില്ല്, റെഡ്യൂസിങ് ഇമോഷണൽ സ്ട്രെസ് ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഫിഫ്ത്ത് വൺ വിൽ ബി, ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിഷ്വൽ എയ്ഡ്സ് യൂസ്ഡ് ഇൻ ബിസിനസ് പ്രസന്റേഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് വിഷ്വൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബാറ്, പൈഗ്രാഫ്, ലൈൻ ചാർട്ട്സ്, കാര്യങ്ങളൊക്കെ ചാർട്ട്സ്. പിന്നെ ഗ്രാഫ്സ്, പിന്നെ സ്ലൈഡ്സ് അറിയില്ലേ, PPT എന്ന് പറഞ്ഞാൽ പവർ പോയിന്റ് പ്രസന്റേഷൻ, PPT, വീഡിയോസ്, മോഡലിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഷ്വൽ എയ്ഡ്സ്. അത് നിങ്ങൾ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുക്കുക. പിന്നെ വാട്ട് ഈസ് പബ്ലിക് റിലേഷൻസ്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ബിസിനസ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ആൻ ഓർഗനൈസേഷനും പബ്ലിക്കും തമ്മിലെ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്, പബ്ലിക് റിലേഷനെ പറ്റി പറയാം. ഇതില് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോർപ്പറേറ്റിന്റെ ഇമേജ് കൂട്ടും, പബ്ലിക്കിന്റെ ട്രസ്റ്റ് കൂട്ടും, പിന്നെ കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും, ഹാൻഡിൽ ക്രൈസിസ് സിറ്റുവേഷന്, പിന്നെന്താ, ഇംപ്രൂവ് എംപ്ലോയി മൊറാൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സെവൻത് വൺ വിൽ ബി, വാട്ട് ഈസ് മീറ്റിംഗ്. എന്താണ് മീറ്റിംഗ്? പിന്നെന്താ, എക്സ്പ്ലെയിൻ റിക്വിസൈറ്റ്സ് ആൻഡ് റൂൾസ് ഓഫ് വാലിഡ് മീറ്റിംഗ്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഗാദറിംഗ് ഓഫ് ഇൻഡിവിജ്വൽ ടു ഡിസ്കസ് ഇഷ്യൂസ് ആൻഡ് ടേക്ക് ഡിസിഷൻ. ഓക്കെ. വാലിഡ് മീറ്റിംഗിന്റെ ഒരു റിക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നോട്ടീസ് കൊടുക്കുക, ക്വോറം,
ചെയർമാൻ, ഏജൻഡ, മിനിറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ 8th one will be complaint letter. കംപ്ലൈന്റ് ലെറ്റർ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോർമാറ്റ് സെൻഡേഴ്സ് അഡ്രസ് ഡേറ്റ് കൊടുക്കുക, ടു ആയിരിക്കുക, സബ്ജക്റ്റ് പിന്നെ സാലുട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടന്റ്, പിന്നെ താങ്ക് യു പിന്നെന്താ സിൻസിയർലി നെയിം ചെയ്ത് കൊടുക്കുക. ഓക്കെ.